ദൈവത്തെ ഒരുപാട് സ്നേഹിക്കുകയും ദൈവത്തിൻ്റെ പാതകളിൽ തന്നെ നടക്കുകയും ചെയ്ത ദൈവത്തിൻ്റെ ഭക്തന്മാരുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്കില്ലാത്ത ബലഹീനതകളും ക്ഷീണങ്ങളും തളർച്ചകളും ഒക്കെ കടന്നു വന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മറ്റുള്ളവർക്കില്ലാത്ത വേദനകൾ, ശോധനകൾ ദൈവത്തിൻ്റെ കൂടെ നടക്കുന്നവർക്കുണ്ടായിട്ടുണ്ട്. ബൈബിൾ അങ്ങനെ നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. പക്ഷേ ആ സമയങ്ങളിലെല്ലാം അങ്ങനെ കടന്നുപോയ സാഹചര്യങ്ങളിൽ നിന്ന് ദൈവം അവരെ ധൈര്യപ്പെടുത്തി കഴിയുമ്പോൾ, ദൈവം അവരെ ബലപ്പെടുത്തി കഴിയുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? അതിൽ നിന്ന് റിക്കവറായിട്ട് റെസ്റ്റ് എടുക്കുകയല്ല, അതിൽ നിന്ന് റിക്കവറായി വരുന്നവർ ഒരു നിയോഗം പ്രാപിച്ചാണ് അവർ പുറത്തു വരുന്നത്. ഒരു ദൈവിക നിയോഗം. ഒന്നുകൂടെ ഞാൻ പറയാം. നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ശോധനയിലൂടെ, പരിശോധനയിലൂടെ, ബലഹീനതയിലൂടെ, രോഗങ്ങളിലൂടെ, സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുന്ന വ്യക്തിയാണെങ്കിൽ, അത് വെറുതെ ഒന്ന് വന്ന് കാറ്റ് കയറിപ്പോയതുപോലെ, തിരയടിച്ചു വന്നതുപോലെ തിരിച്ചു പോകില്ല. അതിനകത്തുനിന്ന് നിങ്ങൾ കാണാത്ത, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത, ആരും അറിയാത്ത ഒരു ദൈവിക പദ്ധതിയും നിയോഗവും ദൈവം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് ഈ ശാലോം സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഒരുപാട് സ്നേഹത്തോടു കൂടി ഞാൻ വളരെ വിനീതമായി വന്ദനം ചെയ്യുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രഭാതത്തിലും നിങ്ങൾ ഈ സന്ദേശം കേൾക്കുകയും ഒരുപാട് പേർക്ക് ഇത് പങ്കുവെക്കുകയൊക്കെ ചെയ്യുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നു, ദൈവത്തിനെ ഇഷ്ടപ്പെടുന്നവർ ദൈവത്തെ സ്നേഹിക്കുന്നതാണ്. ദൈവത്തിൻ്റെ ന്യായപ്രമാണവും ദൈവത്തിൻ്റെ വചനവും പ്രിയപ്പെടുന്നവരെയാണ് ദൈവ സമാധാനത്തിൽ കാക്കുന്നതാണ് 119 സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ദൈവം നിങ്ങൾക്ക് സമാധാനം തരും. ഹല്ലേലൂയ. എന്നാൽ ന്യായപ്രമാണവും ദൈവത്തിൻ്റെ പ്രമാണവും കേൾക്കാതെ മുഖം മറച്ചു കളയുന്നതിൻ്റെ പ്രാർത്ഥന പോലും എനിക്ക് വെറുപ്പാകുന്ന കർത്താവ് പറയുന്നത്. അങ്ങനൊരു പ്രാർത്ഥിച്ചത് ഞാൻ കേൾക്കുകയില്ല. വചനം ഇഷ്ടമില്ലാത്തവർ പ്രാർത്ഥിച്ചാൽ കേൾക്കുകയില്ല, ദൈവം കേൾക്കുകയില്ല. വചനം ഇഷ്ടപ്പെടുന്നവരുടെ പ്രാർത്ഥന കേൾക്കാൻ ദൈവം ഇങ്ങനെ പ്രിയപ്പെട്ടിരിക്കുക. ഹല്ലേലൂയ. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മളെ ബലപ്പെടുത്തുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ ദാസനായ ദാനിയേൽ വളരെ ഭക്തനായ മനുഷ്യൻ, ആഹാരത്തിലും വെള്ളത്തിലും കാര്യത്തിലും എല്ലാ കാര്യങ്ങളിലും പോലും ഭക്തിയെ മുറുകെ പിടിച്ച മനുഷ്യൻ. എത്ര വലിയ ഉന്നതമായ പദവിയും ജോലിയും തിരക്കുണ്ടെങ്കിലും പ്രാർത്ഥന 3 നേരവും നിർബന്ധമായി ഒരു ദിവസം 3 നേരം പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ, മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ. അങ്ങനെ ഭക്തനായ മനുഷ്യൻ വളരെ ബലഹീനതയിൽ കടന്നുപോയ ഒരു കാര്യം 10-ാമത്തെ അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. 10-ാം അധ്യായം 19-ാം വാക്യത്തിൽ, ഏറ്റവും പ്രിയ പുരുഷ, ഭയപ്പെടണ്ട, നിനക്ക് സമാധാനം, ബലപ്പെട്ടിരിക്ക എന്ന് പറഞ്ഞു. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ ബലപ്പെട്ടു. നീ യജമാനെ സംസാരിക്കണമേ, നീ എന്നെ ബലപ്പെടുത്തിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. നീ ബലപ്പെട്ടിരിക്കുക ദൈവത്തിൻ്റെ പുരുഷ, ഏറ്റവും പ്രിയ പുരുഷ എന്ന് പറഞ്ഞപ്പോൾ ആ വാക്കിനകത്തുനിന്നൊരു ബലം വ്യാപരിച്ചു. ഇന്ന് ദൈവത്തിൻ്റെ ശബ്ദമായി നിങ്ങളോട് ഞാൻ ഈ ദൂത് വിളിച്ചു പറയുമ്പോൾ ദൈവം പറയുന്നു, നിങ്ങൾ ബലപ്പെട്ടിരിക്കുക, നിങ്ങൾ ബലപ്പെട്ടിരിക്കുക, നിങ്ങൾ ബലപ്പെട്ടിരിക്കുക. ആമേൻ. നിങ്ങളുടെ ബലഹീനതകളെ കർത്താവ് എടുത്തു കളയാൻ ആഗ്രഹിക്കുക. സ്തോത്രം. ഇസ്രായേൽ ജനം നീണ്ട 40 വർഷം മരുഭൂമിയിൽ അവിടെ സഞ്ചരിച്ചു. ഒരുപാട് ക്ഷീണിതരായി സഞ്ചരിച്ചു എന്നാണ് നാം കരുതുന്നത്. കാരണം മരുഭൂമിയല്ലേ, വെള്ളമില്ലാത്ത സമയം, ആഹാരമില്ലാത്ത സാഹചര്യം ഒക്കെ വന്നിട്ടുണ്ട്, വളരെ ചൂട്. ഇങ്ങനെയൊക്കെ പ്രശ്നത്തോടെ പോയെങ്കിലും സംഖ്യാപുസ്തകത്തിൽ അവരെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു വാക്യമുണ്ട്. 23-ാം അധ്യായം 22-ാം വാക്യത്തിൽ യഹോവയായ ദൈവം അവരെ നടത്തുന്നു എന്ന് പറഞ്ഞിട്ടൊരു വാക്യം എഴുതിയിരിക്കുകയാണ്. കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ട്. ബിലയാം, മന്ത്രവാദിയായ ബിലയാം അവരെ ശപിക്കാനായി വന്ന സമയത്ത് അദ്ദേഹം കണ്ട കാഴ്ചയാണ് കാട്ടുപോത്തിന് തുല്യമായ ബലമുള്ള ഇസ്രായേൽ ജനം. ഹല്ലേലൂയ. എവിടുന്നായി ബലം കിട്ടിയത്? ഈ നടപ്പിലാണ്. ദൈവസാന്നിധ്യത്തിൻ്റെ കൂടെ നടക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് ബലം തരും. ഹല്ലേലൂയ. നിങ്ങൾ പലപ്പോഴും ക്ഷീണിച്ചു തളർന്നു, ഞാൻ വീണുപോകും, കർത്താവേ എന്നെ സഹായിക്കാൻ ആരുമില്ലല്ലോ, എൻ്റെ പ്രയാസം അറിയാൻ ആരും ഇല്ലല്ലോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്ന അനുഭവങ്ങളുണ്ടായിരിക്കാം. പക്ഷേ പരിശുദ്ധാത്മാവ് നിങ്ങളെ നോക്കി പറയുക, നിങ്ങൾ ബലമുള്ളവരാ. ആമേൻ. നിങ്ങൾ വീഴാൻ ദൈവം സമ്മതിക്കുകയില്ല. നിങ്ങൾ വീണുപോകുന്ന ചിന്തിക്കുന്നവരായിരിക്കും, പക്ഷെ നിങ്ങൾ വീഴില്ല. ഹല്ലേലൂയ. കാട്ടുപോത്തിന് തുല്യമായ ബലം ദൈവം നിങ്ങളെ ധരിപ്പിക്കുന്നുണ്ട്. അതൊരു ആത്മീയ ബലമാണ്. ആ ആത്മീയ ബലത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ ബലപ്പെടുക മാത്രമല്ല, ബലഹീനപ്പെട്ടിരിക്കുന്ന ഒത്തിരി പേരെ നിങ്ങൾ ബലപ്പെടുത്തും. ആമേൻ.
ഹല്ലേലൂയ. അവരെ ദൈവം ബലപ്പെടുത്തി. യോശുവ ഇസ്രായേൽ ജനത്തെ കനാൻ ദേശം അവകാശമാക്കി കൊടുക്കാനായിട്ട് ലീഡ് ചെയ്യുന്ന സമയത്ത് അവൻ പറഞ്ഞു, എനിക്ക് ബലമില്ല, അവന് പ്രാപ്തിയില്ല, കഴിവില്ല. ദൈവം പറഞ്ഞു, നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം, ഞാൻ മോശയോട് കൂടെ ഇരുന്ന പോലെ നിന്നോടും കൂടെ ഇരിക്കും. യോശുവയുടെ പുസ്തകം 1-ാമത്തെ അധ്യായം അതിൻ്റെ 6 മുതലുള്ള വാക്യങ്ങളിൽ. ഹല്ലേലൂയ. എന്താ കാര്യം അറിയാമോ? യോശുവയെ, നിന്റെ ബലഹീനതയാണ് ഇനി എൻ്റെ കൃപ നിനക്ക് തരാനുള്ള യോഗ്യത. തന്നെയല്ല, നീ വേണം യുദ്ധം ചെയ്ത് ഇസ്രായേൽ ജനത്തിന് ദേശം പിടിച്ചടക്കി അവകാശം കൊടുക്കാൻ. ഹല്ലേലൂയ. ബലമില്ലാത്തവനെ കൊണ്ട് ദൈവം ചെയ്യിക്കുന്ന കാര്യം കണ്ടോ? ഉറപ്പില്ലെന്ന് ചിന്തിക്കുന്നവനെ കൊണ്ട് ദൈവം ചെയ്യിക്കുന്ന കാര്യം കണ്ടോ? ദൈവം ചെയ്യിക്കും കേട്ടോ. നിങ്ങൾക്ക് ബലഹീനതയാണ്, നിങ്ങൾക്ക് ഉറപ്പില്ല, നിങ്ങൾക്ക് പലതിലും ശക്തിയില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ഭാരപ്പെട്ട് മാറാൻ പറ്റത്തില്ല. ദൈവം നിങ്ങൾക്ക് ബലം തരും. നിങ്ങൾക്ക് ദൈവം പുതിയ ബലം തരും. ആ പുതിയ ബലത്തിൽ നിങ്ങൾ ഇന്നുവരെ ചെയ്യാത്ത അത്ഭുതങ്ങൾ, ഇന്നുവരെ ചെയ്യാത്ത യുദ്ധങ്ങൾ കർത്താവിന്റെ നാമത്തിൽ നിങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ദൈവം അങ്ങ് ബലം തരുമ്പോൾ, ഇപ്പോൾ ഏലിയാവ് അയ്യോ വയ്യ, തളർന്നു, ക്ഷീണിച്ചു, മരിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സ് തളർന്നവനായിട്ട് ചൂരച്ചിറയുടെ കീഴിൽ കിടക്കുമ്പോൾ ദൈവം അവനെ എഴുന്നേൽപ്പിച്ച് ധൈര്യപ്പെടുത്തി. അവന് ഒരു ലഘുഭക്ഷണം കൊടുത്തു, ഒരു സ്നാക്സ് കൊടുത്തു. അതുകൊണ്ട് 40 ദിവസം അവൻ സഞ്ചരിച്ചു. ആമേൻ. ഇനി ഒരടി പോലും, ഒരു സ്റ്റെപ്പ് പോലും പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ചിന്തിച്ച് കിടക്കുന്ന ചിലരുണ്ടായിരിക്കും. പക്ഷെ ഇന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു, ആമേൻ, നിനക്ക് ഒരു സ്റ്റെപ്പല്ല, പല സ്റ്റെപ്പല്ല, പല ദിവസമല്ല, നാളുകളോളം സഞ്ചരിക്കാൻ, മറ്റൊരു ആഹാരത്തിന് സഹായമില്ലാതെ അവൻ്റെ ശബ്ദത്തിൽ സഞ്ചരിക്കാൻ ദൈവം പുതിയ ബലം തരും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദാസനായ പൗലോസിനോട് കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി നിൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരും. ദൈവത്തിൻ്റെ ദാസനായ ദാവീദ് പറഞ്ഞു, എൻ്റെ ബലമായ യഹോവേ, 18-ാം സങ്കീർത്തനത്തിലെ വാക്യമായി, എൻ്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അവൻ്റെ ബലം ദൈവമായിരുന്നു. അതുകൊണ്ടാണ് ഗോലിയാത്തിനെ വലിയ ബലവാനായിട്ട് കാണാൻ കഴിയാതിരുന്നത്. അതുകൊണ്ടാണ് കരടിയെയും സിംഹത്തിൻ്റെയും ബലത്തെ അവൻ എന്താ പറയുന്നത്, ത്യജിച്ച് കളഞ്ഞത്, മൈൻഡ് ചെയ്യാതിരുന്നത്. എൻ്റെ ബലമായ യഹോവേ, ദൈവത്തിൻ്റെ ബലം. ദാവീദ് നോക്കുമ്പോൾ ദൈവം ബലം അരക്കി കെട്ടി നിൽക്കുന്നു, അവന് ബലം പകരുന്നു. ഹല്ലേലൂയ. അവൻ ബലം പകരുന്ന ദൈവമാണ്. വിശ്വസിക്ക്, നിങ്ങൾക്ക് ദൈവം ബലം തരും, നിങ്ങൾക്ക് ദൈവം ശക്തി തരും. നിങ്ങൾ ഏത് മേഖലയിലാണ് തളർന്നിരിക്കുന്നത്, പ്രത്യേകിച്ച് ഞാൻ പറയാം, ചില അഭിഷിക്തന്മാർ, ദൈവത്തിൻ്റെ വേല ചെയ്യുന്നവർ, ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ചിലരുണ്ട്. കർത്താവ് നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് ദൈവം ബലം തരും കർത്താവിന് വേണ്ടി ഓടുവാൻ, കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ. ആമേൻ. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാർ ഇടറി വീഴും, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ഹല്ലേലൂയ. യെശയ്യാപ്രവചനം 40-ാം അധ്യായം 29-30 വാക്യങ്ങൾ. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. കഴുകന്മാർ പ്രതീക്ഷ നഷ്ടപ്പെട്ട പോലെയാണ് മറ്റുള്ളവർ കാണുമ്പോൾ. തൂവലെല്ലാം കൊഴിഞ്ഞു കഴിയുമ്പോൾ ഇനി തീർന്നെന്നാണ് ചിന്തിക്കുന്നത്. മുടിയെല്ലാം കൊഴിഞ്ഞിരിക്കുന്ന മനുഷ്യനെ പോലെയാണ്. പക്ഷേ അത് കഴിയുമ്പോൾ പുതിയൊരു കിളിർപ്പ് വരുന്നുണ്ട്. എന്നതുപോലെ ദൈവമക്കൾക്ക് പുതിയ ബലം ദൈവം തരുമെന്നാണ് പറഞ്ഞത്. ബലമില്ല, ഞാൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകും, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിച്ചു നൽകും. നിങ്ങൾക്ക് ദൈവം ബലം തരാൻ ആഗ്രഹിക്കും. നിങ്ങൾ പരാജയപ്പെടില്ല, നിങ്ങൾ തളരില്ല, നിങ്ങൾ വീണുപോകില്ല. ദൈവം നിങ്ങളെ ബലപ്പെടുത്തും. അവൻ നിങ്ങളെ ബലപ്പെടുത്തുവാൻ ബലമുള്ള കൈക്കീഴിൽ നമുക്ക് താണിരിക്കാം. ഹല്ലേലൂയ. അവൻ നിങ്ങളെ ശക്തീകരിക്കും. സ്തോത്രം. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും, എൻ്റെ നീതിയുള്ള കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങുമെന്നാണ് യെശയ്യാപ്രവചനം 41-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ ഭ്രമിക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാണ്. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും. ഞാൻ എൻ്റെ നീതിയുള്ള ബലം ഉള്ള കരം കൊണ്ട് നിന്നെ താങ്ങും. നമ്മളെ താങ്ങാൻ ഒരു കരമുണ്ട്. ഹല്ലേലൂയ. യാക്കോബ് തൻ്റെ മക്കളെയൊക്കെ അനുഗ്രഹിച്ച് പറയുമ്പോൾ യോസെഫിനോട് കൊടുക്കുന്നൊരു അനുഗ്രഹമുണ്ട്. പുരാതനായ ദൈവം നിൻ്റെ സങ്കേതം, കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. ദൈവം നമ്മളെ സംരക്ഷിക്കും, ദൈവം നമ്മെ സൂക്ഷിക്കും. നാം പരാജയപ്പെടാൻ അവൻ സമ്മതിക്കുകയില്ല. പ്രാർത്ഥിക്കാം. ഞാൻ നിങ്ങൾക്കൂടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഏത് മേഖലയിൽ ബലഹീനപ്പെടുകയാണ്, നിങ്ങൾ ഏത് മേഖലയിൽ തളർന്നിരിക്കുകയാണ്, അവിടെ നിങ്ങളെ ശക്തീകരിക്കാൻ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വന്നിട്ടുണ്ട്. പ്രിയ കർത്താവേ, അവിടെ ദാസന്മാരെ ശക്തീകരിച്ച് പുതിയ നിയോഗങ്ങൾ നൽകിയതുപോലെ ഇന്ന് കടന്നുപോയ ഈ പ്രതിസന്ധിയിലും, ഈ ബലഹീനതയിലും, ഈ രോഗത്തിലും, ഈ തളർച്ചയിലും കർത്താവെ, നിന്റെ മക്കൾ ബലപ്പെട്ട് എഴുന്നേൽക്കുക മാത്രമല്ല, ഇനി പുതിയതൊന്ന് ചെയ്തെടുക്കുവാൻ, ഇന്നുവരെ ചെയ്യാത്ത ചില കാര്യങ്ങൾ, സ്റ്റെപ്പുകൾ വയ്ക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നിയോഗങ്ങൾ നൽകണമേ. യേശുവിൻ്റെ നാമത്തിൽ നിന്റെ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളുടെ കഷ്ടതകളും ബലഹീനതകളും നഷ്ടമല്ല, അതെല്ലാം ദൈവപ്രവൃത്തിയുടെ ഭാഗമാക്കി നിങ്ങൾ തീർക്കാൻ പോകുന്നതിനായി നന്ദി. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.
എല്ലാ ദിവസവും നിങ്ങൾ ചെയ്യുന്നത് പോലെ ഈ സന്ദേശം കുറേ പേർക്കെങ്കിലും ഇതുവരെ ഷെയർ ചെയ്യാത്ത കുറച്ച് പേർക്കുണ്ട് നിങ്ങൾ ഷെയർ ചെയ്യണം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ.